ഹലോ, ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. ഇഷ്ടപ്പെട്ട ഒരിടത്തേക്ക് യാത്ര പോയി തിരികെ എത്തിയാൽ നമ്മൾ അപ്പോൾ മുതൽ അടുത്ത യാത്രയ്ക്കായി പ്ലാൻ ചെയ്തു തുടങ്ങും, അല്ലേ? ഇനി തീരെ യാത്ര ചെയ്യാത്തവരാണെങ്കിൽ കൂടി ഒരിക്കൽ യാത്രയുടെ സുഖം അറിഞ്ഞാൽ പിന്നെ യാത്രകൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. കാഴ്ചകൾ ആസ്വദിക്കുക എന്നത് മാത്രമല്ല, നാം അറിയാതെ നമ്മളിൽ പുതിയ ഊർജം നിറയ്ക്കാൻ കഴിവുള്ള എനർജൈസറാണ് ശരിക്കും യാത്രകൾ. ടു ട്രാവൽ മീൻസ് ടു ഇവോൾവ് എന്നാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നല്ല യാത്രകൾ ഉണ്ടാവട്ടെ. ഡു ട്രാവൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങാൻ സമയമാകുന്നു. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ടർ. അപ്പോൾ ആദ്യം നമ്മൾ വെച്ചുപിടിക്കുന്നത് നേരെ കേരളത്തിന് പുറത്തേക്കാണ്, കർണാടകയിലേക്കാണ്. വറ്റിവരണ്ട കന്നഡ ഗ്രാമങ്ങളിൽ ആശ്വാസമായി നേരിയ മഴ എത്തിയിട്ടുണ്ട്. രൂക്ഷമായ വരൾച്ച നൽകിയ ദുരിതത്തെ അതിജീവിക്കുകയാണ് കർണാടകയിലെ കർഷകർ. മഴ എത്തിയതോടെ ഗ്രാമങ്ങളും ഉണർന്നു കഴിഞ്ഞു. കർണാടകയിലെ ഗ്രാമീണ കർഷകർക്കൊപ്പമാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ ആദ്യ യാത്ര. കർണാടകയിലെ ഗ്രാമീണ വഴികളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരുപക്ഷെ ഒരു മാസം മുമ്പ് നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാണ്ഡ്യയിലാണ്. ഇവിടെ തന്നെ വന്ന ഘട്ടത്തിൽ അവരുടെ കർഷകർ നേരിടുന്ന തീരാ ദുരിതം അല്ലെങ്കിൽ അവർ നേരിടുന്ന ദുരിതത്തെ സംബന്ധിച്ച് അവർ പങ്കുവച്ചിരുന്നു. കാരണം കർണാടക നേരിട്ട സമാനതകളില്ലാത്ത ചരിത്രത്തിൽ ഏറ്റവും വലിയ വരൾച്ച അവർ നേരിട്ടിരുന്നു. കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി നിലനിന്നിരുന്നു. പലരും വലിയ വായ്പയൊക്കെ എടുത്ത് കൃഷി ഇറക്കിയവരൊക്കെ വലിയ കടക്കണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശ്വാസമായി കുറേ ദിവസമായി കർണാടകയിൽ മഴയുണ്ട്. എല്ലാ മേഖലയിൽ തന്നെ മഴയുണ്ട്. കേരളത്തിൽ പോലെ വ്യാപകമായ മഴയില്ലെങ്കിൽ പോലും അത്യാവശ്യം മഴ എല്ലാ ഇടങ്ങളിലും പെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കർഷകരെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ്. എന്താണ് കാർഷിക മേഖലയിൽ പെട്ടെന്ന് അതുണ്ടാക്കിയ മാറ്റം എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്തായാലും ആ യാത്രയിലേക്ക് നമുക്ക് കടക്കാം. ഒരു മാസം മുമ്പ് നമ്മൾ വന്നപ്പോൾ കന്നഡ ഗ്രാമങ്ങളിൽ കണ്ടത് കരിഞ്ഞുണങ്ങിയ പാടങ്ങളാണെങ്കിൽ ഇപ്പോൾ ദൃശ്യമാവുന്നത് നോക്കത്താ ദൂരത്തുള്ള പച്ചപ്പാണ്. ಮಳೆಯವರು ಸಂತೋಷ. ಮಳೆಯವರು ಸಂತೋಷ. ಮಳೆ ಹೋದ್ರೆ ನಮಗೆ ಕಬ್ಬು ಇನ್ನೂ ಚೆನ್ನಾಗಿ, ಈ ಕಬ್ಬು ಇನ್ನೂ ಒಂದು ತಿಂಗಳು ತಡೀತಾರೆ, ಮುಂದಕ್ಕೆ ಹೋಗುತ್ತೆ. ತಿರುಗಿ 2 ತುಳಿ ಕಬ್ಬು ಇರುತ್ತಿದ್ದು, ಈಗ 1 ತುಳಿ ಕಳೆದ್ರೆ ಒಂದೇ ತುಳಿ. ಈಗ ನೀರು ಹೋದ್ರಿಂದ ಬದಿಕನ್ನೋದು ಇನ್ನೂ 2 ತಿಂಗಳು ಟೈಮ್ ಇರುತ್ತೆ. ನೆಕ್ಸ್ಟ್ 2 ತಿಂಗಳು ಬಿಟ್ಟರೆ ನಮಗೆ ದುಡ್ಡು ಆಗುತ್ತೆ. ಮಳೆ ಹೋಯ್ತು ಒಂದು ವಾರದಿಂದ ಮಳೆ ಹೋಯ್ತಾ ಇದೆ. ಒಂದು ವಾರದಿಂದ ಮಳೆ ಮಂಡ್ಯದಲ್ಲಿ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ಮಂಡ್ಯಗೆ ಏನು ತೊಂದರೆ ಇಲ್ಲ, ಹೋಯ್ತಾ ಇದೆ. ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ, ಹೋಯ್ತಾ ಇದೆ ಮಳೆ ಮಾತ್ರ. ಸಂತೋಷವಾಗಿದೆ, ಆರಾಮಾಗಿ ಎಲ್ಲ ಅನುಕೂಲ ಚೆನ್ನಾಗಿದೆ. ಆದರೆ ಬೇರೆ ಕಡೆಗಿಲ್ಲ, ಇಲ್ಲಂತೂ ಹೋಯ್ತಾ ಇದೆ ಮಳೆ. ಮಂಡ್ಯ ಸಂತೋಷ, ಆರೋಗ್ಯ.
ആശ്വാസമായി എത്തിയ മഴ കർണാടകയിലെ കർഷകർക്ക് നൽകിയത് വലിയ ദുരിതത്തിൽ നിന്നുള്ള മോചനമാണ്. ആ സന്തോഷം അവരുടെ മുഖത്ത് പ്രകടവുമാണ്. മാണ്ടിയിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അത് പൊളിയായിരുന്നു അല്ലേ? ആ മ്യൂസിക്കിൻ്റെ കൂടെ ആ വിഷ്വൽസൂടെ വന്നപ്പോഴത്തേക്കും ഗംഭീരം. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു വിശേഷത്തിലേക്കാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളിൽ പലരും കണ്ടിട്ടുള്ളൊരു കിണറുണ്ട്. പാലക്കാട് കുമരനെല്ലൂരിലെ വൈറൽ വട്ടക്കിണർ. പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല, അത്രമാത്രം ബ്യൂട്ടിഫുൾ ആണത്. ഇനി കാണാത്തവർക്കാണ് ഈ കഥ പറയാൻ പോകുന്നത്. വിദേശ മലയാളികളടക്കം റീൽസിലൂടെ നൊസ്സടിപ്പിച്ച് നാട്ടിലെത്തിച്ച ആ വൈറൽ വട്ടക്കിണർ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടുവരാം. പാലക്കാട് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. കുമരനെല്ലൂരിലൂടെ ഒരു റൈഡ് പോവുകയാണ് നിഖിൽ. നമസ്കാരം. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് യാത്ര പോകുന്നത് കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായ ഒരു കിണർ കാണാനാണ്. ഒരു കിണർ കാണാൻ എന്താണ് ഇത്ര എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊരു ഒന്നൊന്നര കിണറാണ്. റീൽസിലൊക്കെ തിളങ്ങിയ ഒരു കിണറാണ്. ഒരുപാടധികം ആളുകൾ ഒന്ന് വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന, ഒന്ന് കുളിക്കാൻ ആഗ്രഹിക്കുന്ന കിണറാണ്. ഗ്രാമാന്തരീക്ഷമാണ്. അവിടേക്കാണ് നമ്മുടെ യാത്ര. ഈ സൈക്കിളിൽ നമുക്ക് അവിടേക്ക് യാത്ര തിരിക്കാം. അങ്ങനെ കുമരനെല്ലൂരിൽ എത്തിയിരിക്കുകയാണ്. എന്തൊരു മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ ഈ. നമുക്ക് കണ്ണിൽ ഇരുഭാഗങ്ങളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാടധികം കിലോമീറ്ററുകളോളം പടർന്നു കിടക്കുന്ന നെൽപ്പാടം, കരിമ്പനകൾ, അങ്ങനെ പാലക്കാടിൻ്റെ ഒരു ഗ്രാമ സൗന്ദര്യം വിളിച്ചോതുന്ന എല്ലാ ചേരുവകളും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വട്ടക്കിണറിലേക്ക് പോകാം. ഇവിടെ അടുത്താണ്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം, ആ കാഴ്ചകൾ ആസ്വദിക്കാം. നമസ്കാരക്കാ. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടു, അത് കാണാൻ വേണ്ടി വന്നതാണ്. എവിടെയാണ് കിണർ? ഓഹോ, ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ടോ? നമ്മളൊക്കെ വാർത്ത കൊടുത്തിരുന്നു. ഓക്കെ 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 ഓക്കെ. മെമ്പർ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് മെമ്പറേയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാം. മെമ്പർ നമസ്കാരം. അപ്പോൾ മെമ്പർ, നിങ്ങളുടെ വാർഡിലാണ് ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു കുളമുള്ളത്. നമുക്ക് നടക്കാം അങ്ങോട്ട്. ഒരുപാടധികം ആളുകൾ വരുന്നുണ്ടല്ലേ? ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ വാർഡിൽ ഈ വട്ടക്കിണർ ഫേമസ് ആയതിന് ശേഷം കാണാൻ വന്നു. അത് നമ്മൾക്ക് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കിണറായിരുന്നു. കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ബ്ലോക്ക് ഫണ്ട് വെച്ച് തന്ന നൂറുല്ലാമി മാഷാണ് അന്നത്തെ ബ്ലോക്ക് മെമ്പറാണ്. ആ മെമ്പറാണ് ഫണ്ട് വെച്ചിട്ട് അത് ഇതേ ഒരു രൂപത്തിലാക്കി എടുത്തത്. ശരി, അപ്പോൾ നമുക്ക് കുറച്ച് ഇതിലൂടെ നടക്കാനുണ്ട്. അതിനുശേഷമാണ് അവിടെ കിണറുള്ളത്. അവിടെ ഇപ്പം തന്നെ കുളിക്കാനൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ട് വൈറലായ ആ വട്ടക്കിണർ. കഴിഞ്ഞ തവണ ഇതിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകരെ നമ്മൾ കാണിച്ചതാണ്. ഇത്തവണയും പക്ഷെ ഒരു മാറ്റവുമില്ല. അതായത് ഒരുപാട് ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട്, മടങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തൃപ്തരാണ്. ഇത് ഭംഗിയായി പരിപാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വൈറലായി വട്ടക്കിണറിനെ കുറിച്ച് നമുക്ക് പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കാം. ഈ ചേട്ടൻ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. നിങ്ങൾ എത്ര കാലമായിട്ട് ഇത് കാണുന്നുണ്ട്? ഞാനിവിടെ ഒരു 10 കൊല്ലമായി ഇത് കാണുന്നു. ഇത് മതിലുള്ള ഇത് റിങ്ങില്ല, ഒരു കളർ മാത്രമേ ഉള്ളൂ. പിന്നീട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് റിങ് ചെയ്തത്. അപ്പോൾ ഈ വർഷക്കാലം ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ലൊരു എൻജോയ് ചെയ്ത് ഇങ്ങനൊരു വർക്ക് ചെയ്ത കാരണം നല്ലൊരു ആസ്വദിക്കാനും പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ വർഷക്കാലമായ വേനൽക്കൊരു തുള്ളി വെള്ളമില്ല ഇതിൽ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. തീരെ പറ്റ വരണ്ട് നിൽക്കും.
ഇപ്പോൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്ന കുറച്ച് ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത്? നേരത്തെ റീൽസിലൊക്കെ കണ്ടിരുന്നത്? ആ റീൽസിൽ കണ്ടിട്ടാണ് വന്നത്. സംഭവം അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇന്നലെ വന്നത്. അപ്പോൾ ഇവരിങ്ങനെ പെങ്ങളെ കുട്ടികളാണ്, അപ്പോൾ അവർ പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്, കുളിക്കണം. ഡ്രോൺ ഷോട്ടാണ് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ, അങ്ങനെ കണ്ടു. അപ്പം അടിപൊളിയാണ് കാണാൻ, നല്ല നീല കളർ വെള്ളം, നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു? ഇറങ്ങിയിട്ടുണ്ട്. എപ്പോൾ ഇറങ്ങി? അത് ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പല്ല, വർഷങ്ങൾക്ക് ശേഷം. നല്ല ആളില്ല, അപ്പോൾ നിനക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ട്യൂബ് ഇട്ടിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു അല്ലേ? ആ എങ്ങനെയുണ്ട് ചാടി കഴിഞ്ഞപ്പോൾ? എന്താ ഇവിടുത്തെ ഒരു അനുഭവം? നല്ല രസമുണ്ട് നീന്താൻ, നല്ല വലിയ വട്ടക്കുളമായതുകൊണ്ട് നല്ല അടിപൊളിയാണ്. പിന്നെ കുറേ മുന്നേ റീൽസിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, പിന്നെ ഇപ്പോൾ കുറേ വരാൻ തോന്നി, അങ്ങനെ വന്നതാണ്. അടിച്ചുപൊളി. അടിപൊളിയാണ് നീന്താൻ. കുറച്ചുകൂടെ മഴ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളൻ്റെ നല്ല അത്യാവശ്യം നല്ല നിറയും, അപ്പോഴാണ് നീന്താൻ ഒന്നുകൂടി സുഖം. നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ കുമരനെല്ലൂരിലെ ആ വൈറൽ വട്ടക്കിണറിന്റെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ മറ്റെവിടെയും ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയുണ്ട് എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ തവണ ഒരുപാടധികം ആളുകൾ കണ്ട് ആസ്വദിച്ചൊരു കാഴ്ചയായിരുന്നു അത്. അതുപോലെ തന്നെ പരിപാലിക്കപ്പെടുന്നു. നന്നായ ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട് എന്നറിയുന്നതിലാണ് ഏറെ സന്തോഷം. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്. അടിപൊളിയല്ലേ വട്ടക്കിണർ? ഏറ്റവും ഒടുവിൽ നിഖിൽ അതിലേക്ക് ചാടി അത് അവസാനിപ്പിക്കുമെന്ന് സ്റ്റോറി അവസാനിപ്പിക്കുമെന്ന് കരുതി എത്ര ആൾക്കാരുണ്ട്? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിഖിൽ പക്ഷേ അങ്ങനെയായിരിക്കും ഈ ഇത് വൈൻഡപ്പ് ചെയ്യാന്നുള്ളത്. എന്തായാലും സംഭവിച്ചില്ല. നിഖിലോട് ചോദിക്കാം. യെസ്, വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇനിയിപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ചാണ് റൈഡിംഗ് റിപ്പോർട്ടർ പറയുന്നതെങ്കിൽ ആ സ്ഥലത്തേക്ക് എങ്ങനെ എത്താം, എവിടെ നിന്നൊക്കെ ഏതൊക്കെ മാർഗം വരാം, ഇത്തരം കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാവും, അത് ഉപകാരപ്പെടും. ശ്രദ്ധിക്കുക. ഇനി അത്തരം സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കൃത്യമായി അതിലേക്കുള്ള റൂട്ട് എങ്ങനെയാണ്, ആ റൂട്ട് മാപ്പ് കൃത്യമായി നൽകുന്നുണ്ട്. എവിടെ നിന്ന് ബസ് കയറണം, എങ്ങോട്ട് പോകണം, എവിടെ ഇറങ്ങണം, ഇത്തരം കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇടുക്കി യാത്രയിലേക്കാണ് ഇനി. മഞ്ഞും കുളിരും തേടി ഇടുക്കിയിലേക്ക് വണ്ടി കയറുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലേ? എപ്പോഴും ഒരു യാത്ര എന്നാൽ, പ്രത്യേകിച്ച് ഈ മധ്യകേരളത്തിലൊക്കെ ഒരു യാത്ര പോവാം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഇടുക്കിയാണ്. എന്നാൽ ഇവരെല്ലാം ഇടുക്കിയിലെത്തിയാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഇടമുണ്ട്, ഇടുക്കിയിലെ കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ടിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറുടെ അടുത്ത യാത്ര. കുറവൻ കുറത്തി മലകൾക്കിടയിൽ വിശാലമായി പരന്നു കിടക്കുന്ന നീലജലത്തിൻ്റെയും ഇടുക്കി ആർച്ച് ഡാമിൻ്റെയും അതിമനോഹരമായ ദൃശ്യം കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിൽ നിന്നാൽ കാണാം. കല്യാണത്തണ്ട് എന്ന പേരിലും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും രാഹുൽ വിജയൻ ചില വിശേഷങ്ങൾ പറയുന്നു, നമുക്ക് കാണാം. അങ്ങനെ കൊടും ചൂടിന് ശേഷം നല്ല വേനൽ മഴ ഒന്ന് പെയ്തിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ചെറിയ മഞ്ഞും മഴയും ഒക്കെയാണ്. അങ്ങനെ ആ മഴയും മഞ്ഞും ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത്. ഇടുക്കി കാൽവരി മൗണ്ട് എന്ന് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. ഇടുക്കി ജലാശയത്തിൻ്റെ വിദൂര കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. മഞ്ഞൊക്കെ ഉണ്ട്, അതാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം. എന്തായാലും അവിടെ വരെ പോയിട്ട് വരാം. കൊടും വേനലിൽ കരിഞ്ഞുണങ്ങിയ ഏലച്ചെടികൾ മെല്ലെ തലയിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഇടുക്കിയിലെ പ്രകൃതി ഭംഗിയും. ആ കാഴ്ചയാണ് കാൽവരി മൗണ്ടിലെത്തിയാൽ കാണാൻ കഴിയുക. വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രം മാത്രം. ഇന്ന് മൂന്നാറിനൊപ്പം ടൂറിസം മാപ്പിൽ ഇടം പിടിക്കുന്ന ഡെസ്റ്റിനേഷൻ. മല കുറേ അങ്ങ് കയറി ചെല്ലുമ്പോൾ അങ്ങ് ദൂരെ ഇടുക്കി ജലാശയം കാണുന്ന വ്യൂ പോയിന്റായി. എന്നാൽ വ്യൂ പോയിന്റിലെത്തി യാത്ര അവസാനിപ്പിക്കേണ്ട. ഇനിയും കയറുക. കയറി ഏറ്റവും ഉയരത്തിലെത്തുക. ചെങ്കുത്തായ വഴിയോടും വീശിയടിക്കുന്ന കാറ്റിനോടും എതിരിട്ട് അങ്ങ് മുകളിലെത്തിയാൽ എവറസ്റ്റ് കീഴടക്കിയതുപോലെ.
ഇപ്പം നല്ല ഇതായി. ഞാനൊരു 2 ആഴ്ച മുമ്പ് വന്നപ്പോഴേക്കും ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം നല്ല സുഖമാണ്. ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോഴാണെങ്കിലും ചെറിയ മഞ്ഞും സുഖമാണ്. നല്ല നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ. പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ കോട ഇങ്ങോട്ട് കയറി വരിക, നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് അത് മാറുക, ഇതൊക്കെ നല്ലൊരു കാഴ്ചയായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇവിടെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ യൂട്യൂബിൽ നിന്ന് അറിഞ്ഞ സ്ഥിതിക്കാണ് ഞങ്ങളിവിടെ വന്നത്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്ഥലമാണ്. വെക്കേഷനൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തെളിഞ്ഞായിരുന്നു. പെട്ടെന്നാണ് കോട വന്നത്. ഇതിന് മുമ്പിൽ മഴയില്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. എന്നാലും ആളുകൾ സ്കൂൾ അടച്ചു പോകുമ്പോൾ നല്ല ആളായിരുന്നു. മഞ്ഞോടെ ഇപ്പോൾ ആളുകൾ കൂടുതലാണ്. ഇപ്പോൾ 6:30 ആകുമ്പോൾ ഞങ്ങളിവിടെ അടയ്ക്കുന്നതാണ്. പക്ഷേ എന്നാലും 7 മണി കഴിഞ്ഞാലും ആളുകൾ ഇറങ്ങി പോകുന്നില്ല. അത്രയും ആളുകൾ ദൂരെ നിന്ന് വരുന്നതായതുകൊണ്ട് കയറ്റി വിടുന്നു. ഒരു മഴ പെയ്താലാണ് ഇടുക്കി കൂടുതൽ സുന്ദരിയാവുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇങ്ങോട്ടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആ കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച. ഒരു മഴ പെയ്തു മാറിയതോടുകൂടി മനോഹരമായ കോട ഇങ്ങനെ നീങ്ങുകയാണ്. ഇടുക്കി ആർച്ച് ഡാം ലോകപ്രശസ്തമായതോടെയാണ് കാൽവരി മൗണ്ടും പ്രശസ്തിയുടെ മല കയറിയത്. ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഈ മലനിരകളെ ജില്ലാ ടൂറിസം വകുപ്പ് വിനോദസഞ്ചാര കേന്ദ്രമാക്കി വളർത്തുകയായിരുന്നു. ഇടുക്കിയുടെ കൊതിപ്പിക്കുന്ന കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും അതിന് കൂട്ടായി നിന്നു. കുഴപ്പമില്ല, അടിപൊളി സ്ഥലമാണ്. എന്താ ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. കുഴപ്പമില്ല, നല്ല സെറ്റപ്പ് സ്ഥലമാണ്. സ്ഥലം കൊള്ളാം, അടിപൊളി. ഈ പ്രത്യേക കാലാവസ്ഥയിൽ കാണാൻ നല്ല ഭംഗിയാണ്. കോടയുണ്ട്, കോട കാണാം, കോട ഉണ്ട്. പിന്നെ ഡാമിൽ പോയി അടിപൊളിയാണ്. സൂപ്പർ സ്ഥലം. കട്ടപ്പന ചെറുതോണി റൂട്ടിൽ 16 കിലോമീറ്റർ പോയാൽ കാൽവരി മൗണ്ടിലെത്താം. 1.5 കിലോമീറ്റർ യാത്ര ചെയ്യണം മലയ്ക്ക് മുകളിലെത്താൻ. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഇടുക്കി ഡാം. അങ്ങനെ മലമുകളിലെ സുന്ദര മനോഹര കാഴ്ചകൾ കണ്ട് ഞങ്ങളും മലയിറങ്ങിയാണ്. ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഒരു നഷ്ടമാവില്ല എന്നത് എൻ്റെ ഉറപ്പാണ്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. മാണിക്യച്ചിറകുള്ള മാറത്തുക്കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശച്ചുഴിയിൽ കുതിച്ചു പോയി. ഏഹേ കണ്ടു മലനിര, ഓഹോയ് കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും ഹോയ് തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനേ. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ചിത്രീകരിച്ചത് ഈ മേഖലയിൽ നിന്നൊക്കെയാണ്. പെട്ടെന്ന് ആ ഓർമ്മ വന്നു. ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് ഇപ്പോൾ പാടിയത്. ഓക്കെ, അപ്പോൾ വൈകുന്നില്ല. ഇനി ഒരു വാർത്ത കൂടിയുണ്ട്, ഒരു വിശേഷം കൂടിയുണ്ട്, അത് പങ്കുവെക്കാം. കൊച്ചിയിലേക്കാണ് നിരവധി സന്ദർശകർ എത്തുന്ന ഒരു പരിപാടിയാണ്, നമുക്കറിയാം, കൊച്ചി ബിനാലെ. എന്നാൽ കൊച്ചിയുടെ സ്വന്തം മുസ്രിസ് ബിനാലെ കൊച്ചിക്ക് അന്യമായേക്കും എന്നൊരു വാർത്ത വരുന്നുണ്ട്. കൊച്ചി ബിനാലയുടെ സ്ഥിരം വേദിയായ ഫോർട്ട് കൊച്ചി ആസ്പിൻ വാൾ ഇന്ത്യൻ തീരസംരക്ഷണ സേനയ്ക്ക് കൈമാറാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധിയാകും എന്നാണ് വിവരം. ബിനാലയ്ക്ക് ഇതുവരെ പുതിയ വേദി കണ്ടെത്താനായിട്ടുമില്ല. കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴിയാണ് ഈ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മോട് പറയുന്നത്. കാണാം. കായലിനരികെ കൊച്ചിക്കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ, കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ. ആസ്പിൻ വാൾ, ഹോൺകാട്ട്, HMC, ബോംബെ കമ്പനി, മധുര കമ്പനി, AB തോമസ് കമ്പനി.
2012 ആദ്യ ബിനാലെ മുതൽ കൊച്ചിൻ മുസരിസ് ബിനാലയുടെ സ്ഥിരം വേദിയാണ് ആസ്പിൻവാൾ. കൊച്ചിയുടെ പൈതൃക ഇടം. കൊച്ചിൻ ബിനാലെ കൊച്ചിക്ക് അന്യമാകുന്നത് ഈ ആസ്പിൻവാൾ നഷ്ടമാകുന്നതോടെയാണ്. ആസ്പിൻവാളിന് എന്താണ് സംഭവിക്കുന്നത്? അതിനു മുമ്പ് ആസ്പിൻവാളിന്റെ ചരിത്ര പ്രാധാന്യം കൂടി പരിശോധിക്കാം. കായലിനോട് ചേർന്ന നെടുനീളത്തിൽ 2.5 ഏക്കറിൽ തലയുയർത്തി നിൽക്കുന്നു ആസ്പിൻവാൾ. ഫോർട്ട് കൊച്ചിയുടെ അടയാളപ്പെടുത്തലുകളിലൊന്ന്. 19-ാം നൂറ്റാണ്ടിലാണ് നിർമ്മാണം. കൊച്ചിയിൽ ആധുനിക തുറമുഖവും റെയിൽവേയും വേണമെന്ന ബ്രിട്ടീഷ് അധികൃതരോട് ആവശ്യപ്പെട്ട ബ്രിട്ടീഷ് വ്യാപാരി ജോൺ ആസ്പിൻവാളിന്റെ നാമധേയത്തിലാണ് കെട്ടിടം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കയർ കമ്പനിയായിരുന്നു ഇവിടം. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ രാജകുടുംബം കെട്ടിടം വാങ്ങി. പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വമ്പന്മാരായ DLF ഗ്രൂപ്പിന് കൈമാറി. വൻകിട ഹെറിറ്റേജ് ഹോട്ടലായിരുന്നു DLFന്റെ ലക്ഷ്യം. എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് കമ്പനി പിന്നീട് അതിൽ നിന്നും പിന്മാറി. വർഷങ്ങൾക്കിപ്പുറം 2012 മുതൽ ആസ്പിൻവാൾ അറിയപ്പെടുന്നത് കൊച്ചി മുസരിസ് ബിനാലയുടെ സ്ഥിരം തട്ടകമെന്ന പേരിലാണ്. ലോക കലാഭൂപടത്തിൽ മായ്ക്കാനാവാത്ത ഒരിടം. ആസ്പിൻവാൾ അടങ്ങുന്ന ഭൂമി തീരദേശ സേനയ്ക്ക് കൈമാറാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. കൈമാറ്റക്കാര്യത്തിൽ DLFുമായി ഏകദേശ ധാരണയായി. കൊച്ചി തീരത്തെ സംവിധാനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കോസ്റ്റ് ഗാർഡ് ഭൂമി വാങ്ങുന്നത്. ഇതോടെ ആസ്പിൻവാളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിക്കപ്പെടും. നീക്കത്തിൽ പ്രതിഷേധം ശക്തമാണ്. സ്ഥിരം വേദി എന്ന നിലയിൽ ആസ്പിൻവാൾ ഏറ്റെടുക്കാൻ സർക്കാർ ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷേ മെല്ലെപ്പോക്ക് തിരിച്ചടിയായി. പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആസ്പിൻവാൾ ഉപേക്ഷിച്ച് മറ്റൊരു വേദി തേടിപ്പോകാൻ തൽക്കാലം സംഘാടകർ തയ്യാറല്ല. ഇവിടെ തന്നെ വേരുറപ്പിക്കാനാകുമോ എന്നുള്ളതാണ് ബിനാലെ ഫൗണ്ടേഷൻ നോക്കുന്നത്. കൊച്ചിയിൽ നിന്ന് BS രാഹുലിനൊപ്പം അശ്വിൻ പാലാഴി, 24. യെസ്, അപ്പോൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാൻ സമയമാവുന്നു. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം. റൈഡിംഗ് റിപ്പോർട്ടർ തൽക്കാലം ഇന്ന് പൂർത്തിയാവുന്നു.